ഹലോ ഫ്രണ്ട്സ്, കാതോട് കാതോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അർജുനും മീനും എല്ലാവരും തിരിച്ചു വരുന്ന വഴിക്ക് മീനു പറയുന്നത് വണ്ടി ഒന്ന് നിർത്തും അർജുൻ എന്ന്. അങ്ങനെ ഒതുക്കി നിർത്തുന്ന സമയത്ത് മീനു വീണ്ടും ചോദിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ വീട്ടിലേക്ക് വരണമോ? ഒരു ഓട്ടോ പിടിച്ച് ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് പൊക്കോളാം, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കും പൊക്കോ, അതല്ലേ നല്ലത് അർജുൻ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അർജുൻ പറയണം, ഞാൻ ഇന്നലെ പറഞ്ഞതെല്ലാം നീ മറന്നോ? ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. അതല്ല, ഞങ്ങൾക്ക് നമ്മുടെ അച്ഛൻ കടം തീർത്തതിന് ശേഷം ഞങ്ങളങ്ങ് വന്നാൽ പോരെ, എന്തെങ്കിലും അരുതാത്തത് അവിടെ സംഭവിക്കും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അഖില പറയുന്നുണ്ട്, എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ അമ്മയും നല്ല ദേഷ്യത്തിലായിരുന്നു. എനിക്കറിയില്ല ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അർജുൻ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? നിങ്ങളുടെ കൂടെ ഞങ്ങളുള്ളപ്പോൾ നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഞങ്ങളുണ്ടല്ലോ. പിന്നെ അമ്മ ദേഷ്യപ്പെടും, വായിൽ വരുന്ന എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞെന്നിരിക്കും. അതിന് എങ്ങനെ തടയിടണമെന്നെല്ലാം എനിക്ക് നന്നായിട്ട് അറിയാം. നോക്കൂ മീനു, ഒരു പ്രശ്നമുണ്ടായാൽ അത് അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കണം, അല്ലാതെ നീട്ടി വച്ചാൽ പ്രശ്നം കൂടുതൽ വഷളാകും. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും നമുക്ക് നേരിടണം, അല്ലാണ്ട് പേടിച്ച് പിന്മാറുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾ മാത്രം ഞങ്ങളുടെ കൂടെ വന്നാൽ മതി, ഇല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ആലോചിക്കുക എന്ന് പറയാനുണ്ടോ. അപ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മുടെ മീനിൻ്റെ മനസ്സ് മാറുകയാണ്. അർജുനെ വിശ്വാസമുള്ളതുപോലെ വേറെ ആരെ വിശ്വസിക്കാനാ? ഉടനെ പറയാനുണ്ട്, ശരി അപ്പോൾ ഞങ്ങൾ എന്തായാലും അർജുൻ വണ്ടി എടുക്ക്, വീട്ടിലേക്ക് വരാം, എല്ലാവരും വണ്ടി കയറുക. അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലാണ് അവരവിടെ നിന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവിടെ മഹിയും മുത്തശ്ശനും കൂടെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അപ്പോൾ മഹി ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇന്ന് വരുന്നല്ലേ പറഞ്ഞവർ? അതേടാ ഇപ്പം എത്തും. ഇനിയിപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, അവരുടെ പ്രശ്നങ്ങളൊന്നും ഒരുപാട് വഷളാക്കാതെ നീ അങ്ങ് ഇടപെട്ട് നോക്കിക്കൊള്ളണം എന്ന് മുത്തശ്ശൻ പറയാട്ടോ. അവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഭാര്യമാരെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോയി, 4 ദിവസം അതുങ്ങളും പാലൻ സമാധാനത്തോടെ ജീവിച്ചു, അതാണോ അവർ ചെയ്ത തെറ്റ്? പിന്നെ പ്രഭാവതിക്ക് വഴക്ക് പറയാം അവരുടെ മക്കളെ, അല്ലാണ്ട് വന്നു കയറിയ മരുമക്കളെ അല്ല. മരുമക്കളാണ് അവർ, നമ്മുടെ വീട്ടിൽ വന്നു കയറി അവരെ നമ്മളൊന്നും പറയാൻ പാടില്ല, അതിന് നീ വേണം മാറ്റിയെടുക്കാനായിട്ട് എന്നിങ്ങനെ പറയാട്ടോ. പ്രഭാവതി എന്തെങ്കിലും വഷളൊക്കെ തരം ഉണ്ടാക്കും എന്നല്ലേ ഇവരിങ്ങനെ ടെൻഷൻ അടിച്ച് പറഞ്ഞ് നടക്കട്ടെ. അപ്പം അപ്പോഴാണ് പെട്ടെന്ന് പ്രഭാവതി അകത്തുനിന്ന് കയറി ഇങ്ങോട്ട് വരുന്നത്. കാഞ്ചനെ, ആ ചൂലും കൊടുത്തിട്ട് വാ എന്ന് പറയാം കേട്ടോ. എന്നാൽ അപ്പോൾ ഉടനെ തന്നെ കാഞ്ചന ചൂലുമായിട്ട് വരികയാണ്. എന്നിട്ട് വാതിൽ നീ പുറത്തുനിന്ന് അടയ്ക്കുക. അങ്ങനെ അപ്പോൾ ചൂലും എടുത്ത് വന്ന് കാഞ്ചന വാതിൽ പുറത്തുനിന്ന് അടയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ മഹി ചോദിക്കുന്നത്, എന്തൊക്കെയാണ് നീ കാണിച്ചു കൂട്ടുന്നത്? നീ ആ ചൂലവിടെ ചാരി വെച്ചേക്ക് എന്നിങ്ങനെ പറയട്ടോ. അങ്ങനെ ചൂലവിടെ ചാരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കാത്തു നിൽക്കണം. മഹി ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ ഇതെല്ലാം ചെയ്യുന്നത്? അതെ, ഞാൻ ഇഴജന്തുക്കൾ ഇതിനകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ പ്രഭ പറയുക കേട്ടോ. അപ്പോൾ ആ മുത്തശ്ശൻ പറയണം, കൊള്ളാം, ഇഴജന്തുക്കളല്ല നിൻ്റെ മക്കളും മരുമക്കളും അവർ കയറാതിരിക്കാൻ. അതെ, അത് തന്നെ, അതിനു വേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ വാക്ക് ധിക്കരിച്ച് ഒരു മര്യാദയും തരാത്ത അവർക്ക് ഇതല്ല കൊടുക്കേണ്ടത്, ഇതിനപ്പുറം ഞാൻ കൊടുക്കും, അല്ലാതെ പൂമാലിട്ട് സ്വീകരിക്കാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് പ്രഭാവതി അങ്ങ് ദേഷ്യം പിടിച്ച് അങ്ങ് നിൽക്കുക കേട്ടോ. ഇതിനെല്ലാത്തിനും കാരണക്കാരും നിങ്ങളാ, വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കാം. വിളക്ക് തെളിയിച്ച് മരുമക്കളെ അകത്തേക്ക് കയറ്റാനാണ് കാത്തിരിക്കുന്നതെങ്കിലേ ഞാൻ എന്താ ചെയ്യുന്നത് അപ്പം നിങ്ങൾ കണ്ടോ എന്നാണ് ഇങ്ങനെ പ്രഭാവതി പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രഭാവതിയോട് മഹേന്ദ്രൻ എന്തോ കാര്യം പറയാനായിട്ട് വാതുറക്കുമ്പോൾ പറയണം, മതി, വേണ്ട, ഉപദേശമൊന്നും എനിക്ക് വേണ്ട. അപ്പം മുത്തശ്ശൻ പറയണം കേട്ടോ, അവരെന്ത് തെറ്റടി ചെയ്തത്? താലി കെട്ടിയ ഭാര്യമാരെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോയി, അതാണോ അവർ ചെയ്ത തെറ്റ്? അപ്പോൾ പ്രഭ പറയാണ് കേട്ടോ, ഓ അത് ശരി, അപ്പോൾ ഞാനാണ് പ്രശ്നമല്ലേ? അപ്പോൾ ഇതെല്ലാം ഞാനാണോ ഉണ്ടാക്കിയത്? വീട്ടിൽ എന്താ പറയുക നിങ്ങളോടൊക്കെ ഞാൻ? മക്കളെ ഇങ്ങനെ വിട്ടതും പോരാ, അഭിമാനിയായ ഒരു അച്ഛനാണ് പോലും, അച്ഛൻ പൈസ കടം തീർക്കാതെ മക്കളെയും ഭർത്താക്കന്മാരോട് കറങ്ങാൻ വിട്ടിട്ട് ഇപ്പോൾ ആരാ പ്രശ്നം? ഞാൻ പറഞ്ഞ വാക്കെല്ലാം തെറ്റിച്ച് ഇങ്ങനെ ആക്കിയത് അവരല്ലേ, ഞാനാണ് പ്രശ്നക്കാരി. അപ്പോൾ കാഞ്ചന ഉടനെ പറയാം കേട്ടോ, ഓ കടം കൊടുത്ത കാശ് തിരികെ ചോദിച്ചതാണ് അമ്മ ചെയ്ത തെറ്റ്, ഈ പ്രശ്നത്തിന് എല്ലാം കാരണം നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ്. ആ രാജേന്ദ്രൻ അങ്കിൾ അയാളാണെങ്കിലേ നോക്കുമ്പോൾ 50 ലക്ഷം എങ്ങനെ തരാൻ പൈസ ഇല്ലാത്ത കാരണം മക്കളെ പറഞ്ഞു വിട്ടേക്കുക, ആ മക്കളെ കണ്ണും കയ്യും കാണിച്ച് എങ്ങനെയെങ്കിലും കറക്കി മയക്കി എടുക്കാനായിട്ട്, അല്ലാതെ എന്തോന്ന് ഈ വീട്ടിൽ തന്നെ വന്നൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ ദേഷ്യം. ഞാൻ ഈ വീട്ടിൽ കയറ്റില്ല, ആരൊക്കെ ഇനി എന്തൊക്കെ പറഞ്ഞാലും കയറ്റില്ല, അവളുമാരുടെ ഭർത്താക്കന്മാരല്ല ഈ വീട് ഭരിക്കുന്നത് നോക്കുന്നത് ഞാനാണ്, അപ്പം ഞാൻ പറയുന്നത് തന്നെ ഇവിടെ നടന്നാൽ മതി എന്നായിരുന്നു പ്രഭാവതി. നാണം കേട്ട രാജേന്ദ്രൻ എന്നെല്ലാം പറഞ്ഞ് പാവൻ രാജേന്ദ്രനെയൊക്കെ ഒത്തിരി കളിയാക്കുക കേട്ടോ. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ഇപ്പം മഹേന്ദ്രന് ദേഷ്യം വരണ രാജേന്ദ്രനെ പറയുമ്പോൾ, ഓ സുഹൃത്തിനെ പറഞ്ഞപ്പോൾ തട്ടിയല്ലേ, വരട്ടെ ഞാൻ കാണിച്ച് കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും. അങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ ഈ കാറ് വരുന്നുണ്ട്, എല്ലാവരും അതിൽ നിന്ന് ഇറങ്ങി കിട്ടിയ സമ്മാനങ്ങളെല്ലാം ആയിട്ട് നേർന്ന് നിൽക്കുകയാണ് കേട്ടോ. പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ വിറച്ച് തുള്ളി നിൽക്കുകയാണല്ലോ പ്രഭ.
അർജുൻ പറയുന്നുണ്ട് വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കുക, നമുക്ക് അകത്തേക്ക് കയറാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ കൈ പിടിച്ച അകത്തേക്ക് മീനുൻ്റെ കൈ പിടിച്ച അകത്തേക്ക് കയറി വരികയാണ് കേട്ടോ. കയറി വരണതും പ്രഭാവതി ഉടനെ നിൽക്കവിടെ എന്ന് പറഞ്ഞിട്ട് അമ്മേ ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന അർജുൻ, എനിക്കൊന്നും കേൾക്കണ്ട, ഒരു വകയും നീയൊക്കെ ഇങ്ങോട്ട് പറയണ്ട, നീയും പറയണ്ട അവനും പറയണ്ട, ഞാൻ പറയും അത് മാത്രം കേട്ടാൽ മതി. ആരെങ്കിലും എന്നോട് എന്തെങ്കിലും എതിർത്ത് പറഞ്ഞാൽ കാഞ്ചനെ അടുപ്പിൽ കത്തുന്ന വിറകൊണ്ട് നീ എടുത്തിട്ട് വരണം, ഇവരുടെ മുന്നിൽ വെച്ച് ഞാൻ തീ കൊളുത്തി മരിക്കും എന്ന് പറയണം. ഉടനെ കാഞ്ചന പറയാട്ടോ അമ്മ ഒറ്റയ്ക്ക് മരിക്കണ്ട, ഞാനും കൂടെ ഉണ്ടാവും എന്നും ഇങ്ങനെ പറയണം. അപ്പം അച്ഛൻ ഇങ്ങനെ ഒരു പുച്ഛത്തോടെ നോക്കട്ടോ. അഹങ്കാരികൾ, വാക്കിന് വിലയില്ലാതെ കറങ്ങാൻ പോയിട്ട് വന്നിരിക്കുന്ന നാണമുണ്ട്, നിനക്കൊക്കെ ഉളുപ്പുണ്ടോടി, അച്ഛൻ തന്ന വാക്കിന് വിലയില്ലാത്തവൾ എന്നൊക്കെ പറയാം കേട്ടോ. നീയും നിൻ്റെ അച്ഛനൊക്കെ ചോറ് തന്നെയാണോടി തിന്നുന്നത് എന്ന് പറയുമ്പോൾ അർജുന് ദേഷ്യം വരാട്ടോ. അർജുന അമ്മേ എന്ന് വിളിക്കുന്നുണ്ട്. മിണ്ടരുത് നീ, ഞാൻ തീ കൊളുത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും തീ കൊളുത്തിരിക്കും. നീ കാരണം പെറ്റമ്മയ്ക്ക് പോലും നീ വില കൊടുത്തോടാ. ഞാൻ പറഞ്ഞ വാക്കിന് എന്തെങ്കിലും വില നീയൊക്കെ രണ്ടെണ്ണം തന്നോ, വാക്കിന് വിലയില്ലാതെ നടക്കുന്നു എന്നും പറഞ്ഞ് ഇവരിങ്ങോട്ട് ശരിക്കും പറയാട്ടോ. വായി തോന്നുന്നത് എല്ലാം വിളിച്ച് പറഞ്ഞ് ശരിക്കും ആട്ടി വെക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രഭാവതി വീണ്ടും പറഞ്ഞു, ഒരു ഉളുപ്പും ഇല്ലാതെ എൻ്റെ അച്ഛനെന്ന് പറയുന്നത് ഭയങ്കര കുടുംബ പേരും മഹിമയും ആത്മാഭിമാനവും ഒക്കെ ഉണ്ടെന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് എന്തായി, പെൺമക്കളെ ഭർത്താക്കന്മാരുടെ കൂടെ ആരും അറിയാതെ നാട് ചുറ്റാൻ വേണ്ടി വീട്ടിരിക്കുന്നു, നാണം ഇല്ലാത്തവൻ എന്നെല്ലാം പറയുമ്പോൾ പാവം അച്ഛനെയല്ലേ പറയുന്നത്. അവർക്കൊക്കെ നല്ല വിഷമാവും കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ കാഞ്ചന കയറി പറയാട്ടോ, അമ്മേ എന്തിനാ അമ്മേ ഇവന്മാരെ പറയുന്നത്, ഇവന്മാരെല്ലാം പാവം, ഇവളുമാരാ കുഴപ്പക്കാരി, അവളുമാർ കണ്ണും കൈയും കാണിച്ച് മയക്കിയെടുത്തിരിക്കുക. അപ്പോൾ ഉടനെ ഗൗതം പറയണം, ചേച്ചി ഒന്ന് നിർത്തുന്നുണ്ടോ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത്, അവരെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല, അവർ വരുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞു, ഞങ്ങളാണ് അവരെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയത്, ഇവർ നിങ്ങളെ മയക്കിയെടുത്തു. അപ്പോൾ ഉടനെ അർജുൻ പറയണം, അവർ മയക്കിയെടുക്കേണ്ട ആവശ്യം എന്താ, ഞങ്ങൾ താലി കെട്ടിയ ഭാര്യമാർ, അവർക്ക് ഞങ്ങളെ ഒരിക്കലും മയക്കിയെടുക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല, നമ്മളെവിടെ പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്, അല്ലാതെ വേറെ ആരുമല്ല. ആഹാ അത് ശരി, അങ്ങനത്തെ ഒരു ഇഷ്ടം നിൻ്റെയൊക്കെ തോന്നൽ പോലുള്ള ഇഷ്ടങ്ങളൊന്നും ഇവിടെ നടക്കത്തില്ലടാ, ഇവിടെ ഞാൻ പറയുന്നത് മാത്രം നടക്കുള്ളൂ. അപ്പോൾ കാഞ്ചന പറയാട്ടോ, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ നിർബന്ധിച്ചാൽ ഇവളുമാർ വരാൻ പാടുണ്ടോ, എന്നും പറഞ്ഞ് അച്ഛൻ്റെ വാക്കിന് എന്തെങ്കിലും വില കൊടുത്തോ നീയൊക്കെ എന്നൊക്കെ പറഞ്ഞ് കാഞ്ചന അമ്മയെ അങ്ങോട്ട് എരി കയറ്റാൻ തുടങ്ങിയിട്ടോ. അവസാനം പെട്ടെന്ന് തന്നെ മുത്തശ്ശൻ പറയണം, മതി വിചാരണ എല്ലാം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അകത്ത് പോ മക്കളെ, നിങ്ങളെല്ലാം അകത്ത് പോ എന്ന് പറയുമ്പോൾ ഉടനെ പ്രഭാവതി പറഞ്ഞു, ആരകത്ത് പോകാൻ, ആരും ഇതിനകത്തുനിന്ന് കടക്കില്ല. രാജേന്ദ്രൻ രാജേന്ദ്രൻ്റെ അഭിമാനിയാണ്, അവൻ തരാമെന്ന് പറഞ്ഞ കാശ് അവൻ തന്നിരിക്കും, അഭിമാനി എന്നും പറഞ്ഞൊരു ആട്ടലാട്ടോ ഇത് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ മുഖത്ത് തുപ്പലേറ്റതുപോലെ മീനു മുഖം തിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ കയറ്റില്ല, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ, കടം വീട്ടാതെ ഇവളുമാർ ഇതിനകത്ത് കയറില്ല, 50 ലക്ഷവും അതിൻ്റെ പലിശയും എനിക്കിവിടെ വേണം. അപ്പോൾ കാഞ്ചന പറയാം, കയ്യിലിരുന്ന സമ്മാനം കണ്ടിട്ട് മികച്ച ദമ്പതികൾക്കുള്ള സമ്മാനമൊക്കെ നേടി വന്നിരിക്കുന്ന കണ്ടില്ലേ അമ്മേ എന്ന് പറയണം. അപ്പോൾ പ്രഭ എന്ത് ചെയ്യുന്നറിയോ, അവളുടെ ഒരു സമ്മാനം ഇങ്ങോട്ട് എടുക്കടി, അതിനെ പിടിച്ച് വാങ്ങിക്കാട്ടോ അർജുൻ്റെ കയ്യിൽ നിന്ന് ആ സമ്മാനം, അമ്മേ വിടാനല്ലേ പറഞ്ഞത്, ഇങ്ങോട്ടിടറാ എന്നും പറഞ്ഞുകൊണ്ട് പിടിച്ച് വാങ്ങിച്ച് ആ സമ്മാനത്തിന്, ആ പ്രൈസിനെ, ട്രോഫീനെ വലിച്ചെറിയ കേട്ടോ പ്രഭാവതി. എന്നിട്ട് മീനുവിൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട്, എൻ്റെ മകനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ആട്ടവും പാട്ടും എന്നിട്ട് വഴിതെറ്റിക്കാൻ നടക്കുന്നു, നിന്നെ ഞാനെന്നും പറഞ്ഞ് അടിക്കാനായിട്ടാ കൈ അങ്ങോട്ട് ഓങ്ങാട്ടോ. ഉടനെ അർജുൻ പറഞ്ഞു, തൊട്ട് പോകരുത് അവളെ എന്നും പറഞ്ഞ് തടയാണ്. ഓഹോ അത് ശരി, അപ്പോൾ എനിക്ക് ഈ വീട്ടിലൊരു വിലയും തരില്ലല്ലേ നീ, എന്നാൽ നീ കൊള്ളാലോ, ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും എന്നും പറയാണ് കേട്ടോ. അങ്ങനെ ഉടനെ ചൂലെടുക്കുകയാണ്, അവിടെ കുത്തിവെച്ചിരുന്ന ആ ചൂലിങ്ങനെ എടുത്തിട്ട് വരാൻ മീനുവിനെയും അഖിലേനെയൊക്കെ അടിച്ചിറക്കാനായിട്ട് ചൂലെടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കാറ് വരുന്നുണ്ട്. തിരിഞ്ഞ് നോക്കുമ്പോൾ രാജേന്ദ്രനാണ് കേട്ടോ. രാജേന്ദ്രനെ കാണണം, പതുക്കെ ചൂല് താഴ്ത്തുകയാണ് നമ്മുടെ പ്രഭാവതി. രാജേന്ദ്രൻ പതിയെ, എല്ലാവരും പേടിച്ച് നിൽക്കുകയാണ് മക്കളൊക്കെ അച്ഛനെ കണ്ടിട്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ അങ്ങോട്ട് കയറി വന്നിട്ട് പ്രഭാവതിയുടെ മുന്നിൽ വന്നെന്ന് പറയണം, പ്രഭാവതി കുറച്ച് നാൾ മുതൽ നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു, എന്നിട്ട് അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു, കടം വാങ്ങിയ പൈസ തിരികെ തന്നിട്ട് മതി മക്കളെ തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് എൻ്റെ മക്കളെ വീട്ടിലാക്കിയിട്ട് പോയി. നാട്ടുകാരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചായിരുന്നു നിങ്ങളത് പറഞ്ഞത്. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ അതിനുള്ള പരിശ്രമത്തിൽ തന്നെയായിരുന്നു. ഈ ബാഗിനകത്ത് 50 ലക്ഷം രൂപയും പലിശയുമുണ്ട്, ഈ 55 ലക്ഷമായിട്ട് ഞാൻ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ട്, ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ട് എൻ്റെ 2 മക്കളെയും ഇതിനകത്ത് കയറ്റി പ്രഭാവതി എന്ന് പറയും. പ്രഭാവതി അന്തം വിട്ട് പോവുക കേട്ടോ. അയ്യോ അടിച്ചിറ
പുറത്തിറങ്ങാൻ കാത്തിരുന്നതായിരുന്നല്ലോ. ദേ കാശുമായിട്ട് അച്ഛൻ വന്നിരിക്കുന്നു, ഇനി എന്താ ചെയ്യുക? പറഞ്ഞതും എടുത്തതും എല്ലാം നാണം കെട്ട് പോയി പ്രഭാവതി. അങ്ങനെ മക്കളൊക്കെ സന്തോഷം, എല്ലാവരും മനസ്സുകൊണ്ട് സന്തോഷിക്കുകയാണ് പ്രഭാവതിയും കാഞ്ചനയും ഒഴിച്ച്. എന്നിട്ട് രാജേന്ദ്രൻ ചോദിക്കുന്നു, എന്താ നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത്? ഇത് വാങ്ങൂ, ഇങ്ങനെയാണ് പറയാൻ ഇത് വാങ്ങൂ. അപ്പോൾ എന്നെ മനസ്സിലായില്ലേ? ഞാൻ രാജേന്ദ്രൻ തന്നെയാണ്, അതേ രാജേന്ദ്രൻ തന്നെയാണ്. ഇതാ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട്. ഇത് വാങ്ങൂ, ഇതിന് പലിശ വേണമെങ്കിൽ സംശയമുണ്ടെങ്കിൽ മുറിക്കകത്ത് കൊണ്ടുപോയി നിങ്ങൾ എണ്ണി നോക്കൂ എന്നും കൂടെ പറയാട്ടോ. അങ്ങനെ ആ ബാഗ് വെച്ച് നീട്ടുമ്പോൾ പ്രഭാവതിയുടെ കയ്യിലിരുന്ന ചോല് താനേ താഴെ വീണ് പോയിട്ട് അന്തം വിട്ട് കുന്തം വിഴുങ്ങിയതുപോലെ പ്രഭാവതി നിൽക്കുകയാണ് കേട്ടോ. എന്നൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.